മലപ്പുറം പൊന്നാനിയിൽ നിന്ന് പോയ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് 2 മരണം. ഷ്രാങ്ക് അഴീക്കൽ സ്വദേശി അബ്ദുൾ സലാം, ഗഫൂർ എന്നിവരാണ് മരിച്ചത്. കപ്പൽ ജീവനക്കാർക്കെതിരെ ചാവക്കാട് മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് കേസെടുത്തു. കവരത്തിയിൽ നിന്ന് ബേപ്പൂരിലേക്ക് ചരക്കുമായി പോയ സാഗർ യുവരാജ് എന്ന കപ്പലാണ് അപകടമുണ്ടാക്കിയത്. രാത്രി 10:10 ഞങ്ങൾ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കപ്പൽ വരുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കപ്പൽ വരുന്ന പൊതുവെ കപ്പലിക്കാർ വരാത്തൊരു ഇതാണത്. അവിടുന്ന് കപ്പൽ വരുന്നപ്പോൾ ഞങ്ങൾ ലൈറ്റും ചാർജൊക്കെ അടിച്ചെടുത്തവർക്ക്. പക്ഷെ അവർക്ക് കണ്ടോന്ന് അറിയില്ല, ആ കാര്യം കൊണ്ട് ഒതുങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ എണീച്ചിട്ട് കരക്ക് ഒതുക്കിയതാണ്. ഒതുക്കുമ്പോഴത്തേന് ഇത് ഞങ്ങളപ്പോൾ ഒരു പറയണ കപ്പൽ വരുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ എണീക്കലും വന്നിടിക്കലും കഴിഞ്ഞ് എണീച്ചിട്ടുള്ളൂ. എണീക്കുമ്പോഴത്തേന് ഇത് ഭയങ്കര വരുത്താൻ വന്നത്. വന്നിടിച്ചെടുക്കുന്ന ചെതറിപ്പോയി. ബോട്ട് 2 പൊടിയായി പോയി. അതിൽ 6 ആളും 6 ഭാഗത്തേക്ക്. കപ്പൽ ചാൽ മറികടന്നാണോ കപ്പൽ എത്തിയതെന്ന് പരിശോധിക്കണമെന്ന് NK അക്ബർ MLA ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ കപ്പൽ ചാല് അതിൻ്റെ റൂട്ട് വയലേറ്റ് നടത്തിയത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായെന്നുള്ളതാണ് ഒരു നിഗമനമുള്ളത്. അത് പരിശോധിക്കേണ്ടി വരും. അവരുടെ ഭാഗത്താണ് തെറ്റുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും അപകടം സംഭവിച്ച മത്സ്യത്തൊഴിലാളികൾക്കുള്ള ആവശ്യമായ എല്ലാ നഷ്ടപരിഹാരവും, അതുപോലെ തന്നെ മരണം സംഭവിച്ച 2 മത്സ്യത്തൊഴിലാളികളുണ്ട്, അവരുടെ കുടുംബത്തിനുള്ള പ്രത്യേക ആശ്വാസ നടപടികൾക്ക് വേണ്ടി ഫിഷറീസ് വകുപ്പ് മന്ത്രിയായി ബന്ധപ്പെട്ട് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യും. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും പൊന്നാനിയിൽ നിന്ന്. സമീർ, ഈ കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കപ്പൽ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് കോസ്റ്റൽ പോലീസ് അറിയിക്കുന്നത്. കപ്പൽ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കോസ്റ്റൽ പോലീസിന്? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, നിലവിൽ ഈ കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുക്കുകയാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. ഇതിനു പിന്നാലെ അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ കപ്പൽ കസ്റ്റഡിയിലെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഏതാണ്ട് ഇന്നലെ രാത്രി 12 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. പൊന്നാനിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ രാത്രി 1:30 അപകടം. ഇസ്ലാഹ് എന്ന് പറയുന്ന ബോട്ടിലാണ് കപ്പലിടിക്കുകയും ഈ ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് 2ആയി പിളരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. 6 പേരായിരുന്നു ഈ ബോട്ടിലുണ്ടായിരുന്നത്. അതിൽ 4 പേരെ ഉടൻ തന്നെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തി. 2 പേരാണ് മരണത്തിന് കീഴടങ്ങിയത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. പൊന്നാനി സ്വദേശികളായിട്ടുള്ള സലാം, ഒപ്പം തന്നെ ഗഫൂർ എന്നീ 2 പേരാണ് മരിച്ചത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെയോട് കൂടി മാത്രമാണ് ഇവരുടെ മൃതദേഹം കണ്ടെടുക്കാനായത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. സംഭവത്തിൽ ചാവക്കാട് മുനക്കക്കടവ് കോസ്റ്റൽ പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടക്കുന്നത്. അതോടൊപ്പം തന്നെ കപ്പൽ ചാൽ മറികടന്നാണ് എത്തിയത് എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന് MLAയും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കപ്പൽ ഉടൻ കസ്റ്റഡിയിലെടുക്കും എന്നാണ് അറിയുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കോസ്റ്റൽ പോലീസ് കടന്നിട്ടുണ്ട് എന്നാണ് സമീർ ബിൻ കരീം റിപ്പോർട്ട് ചെയ്യുന്നത്.